ഇന്നത്തെ വീഡിയോ തൃശ്ശൂരിൻ്റെ സ്വന്തം പെൻ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുന്നേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ പെന്നുകൾ തന്നെയാണ്. അന്ന് നമ്മൾ പേനയും കൊണ്ടാണ് എഴുതുക. ഓഫീസിലത്തെ എന്താവശ്യത്തിനും പേന ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പേനകളുടെ മതിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. എങ്കിലും പേനകളെ അമൂല്യ വസ്തുവായിട്ട് കാണുന്ന ആളുകൾ ഇപ്പോഴും പേനകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് പെൻ ഹോസ്പിറ്റൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ സ്റ്റിക്കീസി പെന്ന് കിട്ടിയതും അതേപോലെ എൻ്റെ മറ്റുള്ള പേനകളുടെ കുറച്ച് പ്രോബ്ലംസൊക്കെ തീർത്ത് തന്നത് നമ്മുടെ പെൻ ഹോസ്പിറ്റലിൽ നാസറിക്കയാണ് ഇപ്പോൾ ഈ ഷോപ്പ് റൺ ചെയ്ത് പോകുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ അബ്ദുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം നാസറിക്ക് അത് കൊണ്ടുപോയി. ഒരുപാട് ഫീച്ചേഴ്സും വീഡിയോസും മറ്റും പെൻ ഹോസ്പിറ്റലിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത്, അതായത് സൗത്ത് ഇന്ത്യയിൽ ആകപ്പാടെ ഒരു ഹോസ്പിറ്റലേ ഇതുപോലെ ഉള്ളൂ പെണ്ണുകൾക്ക് വേണ്ടിയിട്ട്. മറ്റു പുറത്ത് ഡൽഹിയിലും കൊൽക്കത്തയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഇതൊരെണ്ണേ ഉള്ളൂ. വളരെ പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്ന് പെണ്ണുകൾക്ക് ട്രീറ്റ് ചെയ്യുകയും പിന്നെ പുതിയ പേനകൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും മറ്റുള്ള കലാകാരന്മാരൊക്കെ ഇവിടെ വരാറുണ്ട്, പത്രപ്രവർത്തകരൊക്കെ. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. പറഞ്ഞോളൂ. ഈ സ്ഥാപനം തുടങ്ങിയ പാതമാണ് 85 വർഷമായി തുടങ്ങി. പെണ്ണുകൾക്ക് മാത്രമായിട്ട് പേനയുടെ ഒരു ആസ്പത്രി. ഏത് രാജ്യത്തിൻ്റെ പേന വേണമെങ്കിലും ശരിയാണ്. ഏത് രാജ്യത്തിൻ്റെ. കേരളത്തിൻ്റെ നടുക്ക് തൃശ്ശൂർ ഇത് വെക്കാനുള്ള കാരണം മൊത്തം കേരളത്തിന് വന്നു പോകാനുള്ള സൗകര്യത്തിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്.